ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂട്ട് കൺമണി മോളെ കാണണമെന്ന് പറഞ്ഞിട്ട് താരയുടെ വീട്ടിലേക്ക് വരുവാണ്. താരക്കട സംസാരവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ കിരണും കല്യാണിക്ക് നല്ല സംശയം കേട്ടോ. കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പോൾ താരൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് കുഞ്ഞിന്റെ കരച്ചില് കല്യാണി കേൾക്കുന്നത്. ആഹാ, മോളിലുണ്ടല്ലേ, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണി മുകളിലേക്ക് കയറുമ്പോൾ താര ആദ്യം ഒന്ന് തടയുന്നുണ്ട് കേട്ടോ. എന്താ അനിയും ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയാണ്. താൻ പോയിക്കോ എന്ന് കിരൺ പറയുമ്പോഴേക്കും കല്യാണി മുകളിലേക്ക് കയറാണ്. ശേഷം കിരൺ മുകളിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും താര ഇങ്ങനെ കൈവച്ചിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും കിരൺ അത് കാണുന്നുണ്ട്. കിരൺ അപ്പൊ കാര്യം മനസ്സിലായി മുകളിൽ ആരോ ഉണ്ടെന്ന്. അങ്ങനെ കിരണും കല്യാണിയും കൂടി മുകളിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ കൺമണി മോള് കട്ടിലിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സരു ആ സമയം വേഗം തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ചും ചെയ്തിട്ടോ. അപ്പോഴേക്കും കിരണും കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ആന്റി ഇത് നിലത്ത് വന്നിരുന്നത്, കുഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നല്ലോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ കിരൺ പറയുന്നുണ്ട്, കല്യാണി ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാ തോന്നണത്. ശേഷം താര പുറകിൽ വരുന്നുണ്ട്, ആന്റി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് താര ഉറപ്പിച്ച് പറയാണ്. സത്യം പറ ആന്റി, ആന്റിയുടെ മകൾ സരു ആന്റിനെ കാണാൻ എങ്ങനെയും ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല എന്ന് താര വീണ്ടും പറയാണ്. കിരണും കല്യാണിയും ഓഹോ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ബാത്റൂമിലേക്ക് നിന്ന് വാതിലിങ്ങനെ തുറക്കുമ്പോഴേക്കും സരു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ. കിരൺ ചോദിക്കേണ്ട, അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ സരു ഒന്നും മിണ്ടില്ല, തല കുമ്പിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. കിരൺ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിട്ടാണോ നിന്നെ വേണ്ടി തെരഞ്ഞു നടക്കുക ഞാനും എൻ്റെ അച്ഛനൊക്കെ ഇന്നലെ ഫുള്ളും നിനക്ക് വേണ്ടി കാത്തിരുന്ന് കണ്ണീര് പൊഴിക്കുക, നിന്നെ ഇത്ര നാൾ വളർത്തി വലുതാക്കിയ നിന്റെ അമ്മ, ആ അമ്മയുടെ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇവിടെയുള്ള കാര്യം ആ അമ്മയുടെ തന്നെ നിനക്ക് പറയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സരു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണി പറയണ്ട കിരണോട്, വേണ്ട കിരണേട്ടാ ഒന്നും പറയണ്ട, അവളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാലോ എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, നീ ഇപ്പൊ തിരിച്ചു വാ, വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇവിടെ എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. വേണ്ട കിരണെ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് സരിയ പറയുമ്പോൾ അത് പറ്റില്ല, നീ ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞെ മേടിക്കുകയാണ് കിരണൻ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയിക്കോളാം, നീ ആത്മഹത്യക്ക് ചെയ്യാൻ പോയതല്ലേ, കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഭദ്രമാണെന്നുള്ള വെച്ചിട്ട് നീ ആത്മഹത്യ ചെയ്യാൻ പോയത്, നീ എന്തായാലും ചെയ്തു, കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്നെ പ്രശ്നമില്ല, കാരണം നിനക്ക് ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് നീ പോകും, അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് കിരൺ പറയുമ്പോൾ വേണ്ട വേണ്ട കിരൺ, ഞാൻ വന്നോളാം എന്ന് സരിയ പറയാണ്. അങ്ങനെ സരിയുവിനെയും താരേനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കിരണും കല്യാണിയും കൂടി രൂപയുടെ വീട്ടിലേക്ക് പോകാട്ടോ. അതേസമയം ഷാരി ആണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രൂപയെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാലും എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ രൂപയെ, ഈ 2-3 ദിവസം അവളെ കാണാതായിട്ട്, അവളെന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവും തന്നെ എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഇതിനകം എൻ്റെ മോൾ എന്നെ അന്വേഷിച്ച് വന്നാനെ, എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ എൻ്റെ അടുത്ത് വരാതിരിക്കില്ല. അവളെ പ്രസവിച്ചത് താരയാണെങ്കിൽ ഇത്ര നാൾ വളർത്തി വലുതാക്കിയത് ഞാനല്ലേ പാല് കൊടുത്തവളെ വളർത്തി വലുതാക്കിയത്. താര അവളൊരു അമ്മയാണെന്ന് മാത്രം അറിഞ്ഞത് ഈ ഇടയ്ക്കല്ലേ, അപ്പം അതുകൊണ്ട് അവൾക്ക് എന്നോടായിരിക്കില്ല കൂടുതൽ സ്നേഹം എന്നൊക്കെ ഷാരി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ രൂപക്ക് മനസ്സിലായി ഷാരിക്ക് വല്ലാത്തൊരു എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. ഇനി എങ്ങനെ സരു താരയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവോ, താരനെ സ്നേഹിക്കോ, താനൊന്നും ഇല്ലാത്തവളാകോ എന്നൊക്കെ ഒരു പേടി ഷാരിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് ഷാരിനെയും രൂപേനെയും ചന്ദ്രസേനയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കിരണും കല്യാണിയും കൂടിയിട്ട് സരയുവിനെയും കുഞ്ഞിനെയും താരനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാരി തകർന്നു പോകുക കേട്ടോ. ഷാരി ആദ്യമൊക്കെ പോയിട്ട് സരയുനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കരയണൊക്കെ ഉണ്ട്, എന്താ മോളെ നിനക്ക് അമ്മ വിഷമിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷാരി ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, അവൾക്ക് മരിക്കണമെന്ന് തോന്നി മരിക്കാൻ പോയി, പക്ഷെ അവളുടെ മനസ്സിൽ പിന്നീട് ഓർമ്മ വന്ന മുഖം അവൾ പ്രസവിച്ച അവളുടെ അമ്മയുടെ മുഖമാണ്, അപ്പോൾ തന്നെ അവൾക്ക് വേണ്ട, അവളെ മതി, താരേനെ മതി എന്നൊരു തോന്നൽ ഷാരിയുടെ മനസ്സിൽ വന്നിട്ട് ഷാരി രൂപയെടുത്തു. ചന്ദ്രസേന പറയണ്ടേ, എന്തായാലും അവള് അമ്മയായിട്ട് കൂടി കൊച്ചുമകളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോവാ, ഇനി ഞാനെന്തിനെ രൂപ ഇവിടെ നിൽക്കണത്, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം എന്ന് പറയുമ്പോൾ രൂപ പറയണ്ടേ, എടുത്ത് എവിടെ പോകാൻ പോവാ, എവിടെയെങ്കിലും പോയിക്കോളാം രൂപ, എന്തായാലും എല്ലാവരും ഹാപ്പി ആയല്ലോ, ഞാനിവിടെ എന്തിനാ അധികം പറ്റിയിട്ട് നിൽക്കുന്നത്, എൻ്റെ മോക്ക് സ്വന്തം അമ്മേനെയും കിട്ടി എന്നൊക്കെ പറയണം, അവൾക്ക് ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും സരു പറഞ്ഞ അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഇവരെയാണല്ലോ, എന്നെ പ്രസവിച്ചത്, എന്നെ കാണാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി എത്ര ആവശ്യം വന്നപ്പോഴേക്കും എന്നെ ഉപദ്രവിച്ചിട്ടില്ല വിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പോയതാണ്, പിന്നെ കിരണിനെയും കല്യാണിനെയും കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെ കാണാനും പോയാനെ, അമ്മ വിചാരിക്കുന്ന പോലെ അമ്മേനെ മറന്നിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് സരു ഒരുപാട് കൺവീൻസ് ചെയ്തിട്ടാണ് ഷാരി പിന്നീട് അവിടെ നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണിനെയും അതുപോലെ തന്നെ നമ്മുടെ ദീപയുടെ അടുത്തേക്ക് അവരുടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് അവിടേക്ക് ഒരു ചീനിപ്പാന് ഒരു ചെറിയൊരു ജീപ്പ് വരുവാട്ടോ. ആ ജീപ്പിൽ ആൾ തൊപ്പി വെച്ചിട്ടുണ്ട്, മുഖം മൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കിരണില്ല കല്യാണിക്കും ദീപക്കും ആളെ മനസ്സിലാവുന്നില്ല. കല്യാണിനെ സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അവിടെ നമ്മൾ പോകുകയാണ്. അങ്ങനെ ഒരു ദിവസം 1, 2, 3 പ്രാവശ്യമൊക്കെ ഇയാൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മുടെ കിരണിനോടും അതുപോലെ തന്നെ ചന്ദ്രസേനോടും കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രസേന കേൾക്കുമ്പോൾ തന്നെ ഷാരിയുടെ അടുത്ത് ചോദിക്കണത്, ഷാരിയുടെ അടുത്താണ് താരയുടെ അടുത്താണെന്ന് അറിയില്ല, ഇവരുടെ ചോദിക്കണത്, പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്, സത്യം പറ, അത് നിന്റെ മോള് പറഞ്ഞേൽപ്പിച്ച വാടക ഗുണ്ടയാണോ, അതോ നിന്റെ ജയിലിൽ കിടക്കുന്ന അച്ഛനുണ്ടല്ലോ, നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ഭർത്താവുണ്ടല്ലോ, അയാൾ പറഞ്ഞേൽപ്പിച്ച വാടക ഗുണ്ടയാണോ? എന്തായാലും അവരുടെ ലക്ഷ്യം കിരണിനെയും കല്യാണിനെയും ഇല്ലാതാക്കാൻ തന്നെയാണ് എന്ന് പറയണം. ആ പുതിയ അവതാരം മുഖത്തിന് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആദ്യം ബൈജുവിനെ പോലെയാണ് തോന്നിയതെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അത് ഇവരുടെ ശത്രുവല്ല, മിത്രമാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയുന്നുണ്ട്, കാർത്തികയുടെ വിവാഹം എന്ന്. അങ്ങനെ കാർത്തികക്കും ഒരു ഹീറോ വേണമല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് ബൈജു ആണ്, ചിലപ്പോൾ ബൈജു ആയിരിക്കും കാർത്തികയുടെ ഹീറോ, പറയാൻ പറ്റില്ല. കാർത്തികക്ക് ഒരുപാട് കുറവുകളും ഒക്കെ ഉണ്ടല്ലോ, തലയ്ക്ക് ഒരുപാട് അസുഖമുണ്ട്, പിന്നെ മരണം മുന്നിൽ കണ്ട് ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കുറവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ബൈജു ഏറ്റെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് ഒരു ശത്രുവാണെന്ന് ഇവര് പ്രൊമോയിൽ പറയണമെന്നേ ഉള്ളൂ. അത് മിത്രം തന്നെയാണ്. ഒന്നില്ലെങ്കിൽ അത് കാർത്തികനെ കെട്ടാവുന്ന ആൾ തന്നെയാണ്, ഒന്നില്ലെങ്കിൽ അത് ബൈജു ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കാം, കാർത്തികനെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന പുതിയൊരു കഥാപാത്രമായിരിക്കാം. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഗംഗാപ്രസാദ് പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റെഫിയുടെ അടുത്ത്, നോക്ക്, മിക്കവാറും കാർത്തികക്ക് ഒരു കല്യാണാലോചന നടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നടക്കുവാണെങ്കിൽ ആ കല്യാണാലോചന നീ മുടക്കണം. അഥവാ എങ്ങാനും കാർത്തികയുടെ കല്യാണം എങ്ങാനും കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വത്തുക്കൾ, അതായത് ഇപ്പോൾ ഉള്ള സ്വത്തുക്കളുടെ പകുതി അയാൾക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് 1, 2 കുട്ടികളായ ആ കുട്ടികൾക്കൊക്കെ സ്വത്തുക്കൾ ഭാഗം വെക്കും. പിന്നെ അവൾ മരിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവളെ കൊന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആലോചന വരികയാണെങ്കിൽ അതൊക്കെ മുടക്കണം എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ കഥാപാത്രം അത് തന്നെയാണ്, അത് ബൈജു ആണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അപ്പോൾ വീക്കെൻഡ് പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ പ്രകാശിനടുത്ത് നമ്മുടെ ബാലൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നോക്ക്, നീ സ്വഭാവം ഒരിക്കലും മാറരുത്, നിന്റെ പെൺമക്കൾ നിന്നെ ഒരുപാട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ അമ്മമാരെക്കാളും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ അച്ഛൻ്റെ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് അവർ അച്ഛൻ്റെ സ്നേഹം അറിയണത്. അതുകൊണ്ട് നിന്നെ ശരിക്കും അവർ സ്നേഹിക്കുന്നുണ്ട്, അത് നീ മുതലെടുക്കരുത് പ്രകാശ. അവരെ സ്നേഹിക്കേണ്ട ഇരട്ടിയായിട്ട് സ്നേഹമായിട്ട് വേണം നീ തിരിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ അവരെ ഒരു ദുരിതത്തിലേക്ക് തള്ളിക്കയറ്റരുത്, നീ വിശ്വാസം നേടിപ്പറ്റിയിട്ട് അവരെ ഒരു ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ ഉപദേശിക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ. അപ്പോൾ പ്രകാശൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല ബാലന, എൻ്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അവർക്കൊരു ആപത്തും വരില്ലെന്ന് പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അവർ ഞാൻ ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല. പെൺമക്കൾ ആൺമക്കൾ എന്ന് പറഞ്ഞൊരു വേർതിരിവിന് ഒരിക്കലും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ജനിച്ചുള്ളത് അങ്ങനെ ആയതുകൊണ്ട്, ഞാൻ അതിൽ വിശ്വസിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലായിപ്പോയത്. എനിക്കതിൽ തോന്നലൊക്കെ വീണ്ടും പഴയ ഇതൊക്കെ മാറ്റി പുതിയൊരു പ്രകാശനാവാൻ വേണ്ടി ഇത്രയും പ്രായം എനിക്ക് വേണ്ടി വന്നു. എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലിടിച്ചപ്പോഴാണ് എൻ്റെ സ്വഭാവം നേരെയായത്. ഇനി ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലനോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ബാലനും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പ്രകാശനാണെങ്കിൽ പഴയ പോലെ തന്നെ 2 കാലും കുത്തി പഴയ രീതിയിൽ തന്നെ പ്രകാശം നടക്കുന്നുണ്ട്. നടന്നതിന് ശേഷം കിരണിൻ്റെയും കല്യാണിൻ്റെ ഡ്രൈവറായിട്ട് പ്രകാശൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അവതാരത്തിൻ്റെ കാര്യം പ്രകാശിന് അറിയുമ്പോൾ പ്രകാശിന് ആകെ ബുദ്ധിമുട്ടാവാട്ടോ. കല്യാണി മോളെ കിരണിനെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയാണ് പ്രകാശിന്. അതുകൊണ്ട് തന്നെ പ്രകാശൻ കല്യാണിനെയും കിരണിനെ ചുറ്റിപ്പട്ടികൾ നടക്കുവാട്ടോ. ഇനി ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ആളാരെങ്കിലും വന്നെങ്കിൽ അവരെ പ്രകാശൻ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ അവർ പ്രകാശം കൊന്നാലും കുഴപ്പമില്ല, തൻ്റെ മക്കൾക്കൊന്നും പറ്റരുതെന്ന് മാത്രമേ പ്രകാശിന് ആ ഒരു വിചാരമുള്ളൂ. എന്തായാലും വീക്കെൻഡ് പ്രൊമോ നല്ലൊരു പ്രൊമോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.